എല്ലാവർക്കും ഹരേ കൃഷ്ണ ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. സർവം കൃഷ്ണാർപ്പണ നമസ്തു. അപ്പം എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് റീഡിങ് എടുക്കാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് വ്യക്തികൾ ഒരുപാട് വിഷമത്തിലൂടെയാണ് ഇപ്പം കടന്നു പോകുന്നത്. ബന്ധങ്ങളുണ്ടായ പ്രശ്നങ്ങൾ, അതായത് നോ കോണ്ടാക്റ്റ് അവസ്ഥയിലൂടെ കടന്നു പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ഈ ഒരു റീഡിങ് ഞാൻ സമർപ്പിക്കുന്നത്. അതായത് നോ കോണ്ടാക്റ്റ് അവസ്ഥ, പൂർണ്ണമായിട്ടൊരു നോ കോണ്ടാക്റ്റ് അവസ്ഥയിലൂടെ കടന്നു പോകുന്ന നിങ്ങളുടെ വ്യക്തിയുടെ നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഒരു ഫീലിങ്സും, അതുപോലെ തന്നെ നമ്മൾ അതിലുപരി പ്രധാനമായിട്ടും പരിശോധിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു സെപ്പറേഷൻ വന്നത്, അവിടെ എന്താണ് സംഭവിച്ചത് നിങ്ങളുടെ ബന്ധത്തിൽ, അതാണ് നമ്മളിന്ന് പരിശോധിക്കാനായിട്ട് പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ഇതൊരു വ്യക്തിയെ ഉദ്ദേശിച്ച് മാത്രമുള്ള റീഡിംഗ് അല്ല. ഞാൻ യൂട്യൂബിൽ എല്ലാവരും ചെയ്യുന്നത് ജനറൽ റീഡിങ്സ് ആണ്. കാര്യം നമുക്കൊരു വ്യക്തിയുടെ പേര് മാത്രം, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ മനസ്സിൽ കൊണ്ട് മാത്രം നമുക്കൊരു റീഡിങ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ അതുകൊണ്ട് തന്നെ വിട്ടുകളയുക. ഒരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. അത് തന്നെയാണ്, അതായത് നിങ്ങളുമായിട്ട് ബാധകമല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്ത് നെഗറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോയാലോ. എന്താണ് നിങ്ങളുടെ ബന്ധത്തിൽ സംഭവിച്ചതെന്നും നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ നിങ്ങളോടുള്ള ആ ഒരു മനോഭാവവുമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതായത് അവർക്ക് നിങ്ങളോടൊരു അനുകമ്പയുണ്ടോ, എന്തെങ്കിലും ഒരു ആക്ഷൻ അവർ നിങ്ങൾക്കായിട്ട് എടുക്കുമോ എന്നൊക്കെയാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഇത് തികച്ചും ഒരു ജനറൽ റീഡിംഗ് ആണെന്ന് ഒന്നും കൂടെ ഓർമ്മിപ്പിച്ചു കൊള്ളുന്നു. അതുപോലെ ഇതൊരു ജെൻഡർലെസ്, ഒരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് അപ്പോഴേക്കും നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ വെറുതെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയില്ല. അതായത് ഈ ഒരു വീഡിയോ കാണുന്നത് ഒരു യാദൃശ്ചികമായിട്ടല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പ്രപഞ്ചശക്തിക്ക് നിങ്ങളോട് ഈ ഒരു സമയത്ത് എന്തോ ഒരു കാര്യം പറയാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അതായത് നിങ്ങൾ ഒരുപാട് വിഷമത്തിലൂടെയായിരിക്കും ഇപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പെയിൻഫുൾ സിറ്റുവേഷനിലൂടെയാണ് ഇത് കാണുന്ന വ്യക്തികൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ അതിനുവേണ്ടി തന്നെ പ്രപഞ്ചം ഒരു മുന്നറിയിപ്പ് തരാനായിട്ട് കൂടിയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് തന്നെ. അല്ലാതെ ഇതൊന്നും ഒട്ടും യാദൃശ്ചികമല്ല എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഇതൊരു ജെൻഡർലെസ്, ടൈംലെസ് റീഡിംഗ് ആണ്. ഇതെപ്പോഴാണോ നിങ്ങൾ കാണുന്നത് അപ്പോഴേക്കും നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നമുക്ക് റീഡിങ്ങിലേക്ക് പോയാലോ. അപ്പോൾ എന്താണ് നിങ്ങളുടെ ബന്ധത്തിൽ സംഭവിച്ചെന്ന് നോക്കാം. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഇപ്പോൾ പിരിഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ വ്യക്തി എന്നുള്ളത് നിങ്ങളുടെ ഹസ്ബൻഡ് ആകാം, നിങ്ങളുടെ ലവർ ആവാം, നിങ്ങളുടെ വൈഫാവാം, നിങ്ങളുടെ പാർട്ട്ണറാവാം, ആരുമാകാം. പക്ഷേ ഇപ്പോഴവർ നിങ്ങളുമായിട്ടൊരു നോ കോണ്ടാക്റ്റിലാണ്, പൂർണ്ണമായിട്ടൊരു നോ കോണ്ടാക്റ്റിലാണ്. അപ്പോൾ അത് നമുക്ക് പരിശോധിക്കാം. എന്താണ് നിങ്ങളുടെ ബന്ധത്തിൽ സംഭവിച്ചതെന്ന് നോക്കാം. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ, എന്താണ് നമുക്ക് നോക്കാം. എന്താണ് നിങ്ങളുടെ ബന്ധത്തിൽ സംഭവിച്ചത്? അതായത് നിങ്ങളുടെ ബന്ധത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ക്ലിയറായിട്ട് ഈ ഒരു കാർഡുകൾ മനസ്സിലാക്കി തരുന്നുണ്ട്. അതായത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ പ്രണയിച്ച് വിവാഹം കഴിച്ചവരായിരിക്കാം. അല്ലെങ്കിൽ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ വ്യക്തി നിങ്ങളും തമ്മിലുള്ള ആ ഒരു ബന്ധം, ഒരു പ്രണയം, അല്ലെങ്കിൽ കൂടുതൽ പേർക്ക് ഒരു പ്രണയമാണ്, ഒരു ലവ് കം അറേഞ്ച്ഡ് മാരേജ് ഒക്കെയാണ് കാണിക്കുന്നത്. അതുപോലെ ചില വ്യക്തികളുടെ കാര്യത്തിൽ നിങ്ങൾ തമ്മിലൊരു നല്ല പ്രണയിതാക്കളായിരുന്നു, നിങ്ങളുടെ ഒരു ബെസ്റ്റ് ജോഡിയായിരുന്നു അവരെന്നൊക്കെ നിങ്ങൾ കരുതിയിരുന്നു. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ ഒരുപാട് കണ്ണീര് കുടിച്ചിട്ടുണ്ട് ഈ ഒരു വ്യക്തി കാരണം. ഈ ഒരു ബന്ധം നിങ്ങൾക്ക് സമ്മാനിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐസൊലേഷൻ എന്ന് പറഞ്ഞൊരു കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളെ ഒരുപാട് ഓവർ കെയറിങ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ഇവർ തുടക്കത്തിൽ. അതുപോലെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ഒരു കണക്ഷനിൽ കുറച്ച് ടോക്സിക് ആയിട്ടുള്ള എലമെൻസും കൂടെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ബന്ധം സമ്മാനിച്ചത് ഒരു ഐസൊലേഷനായിരുന്നു, പൂർണ്ണമായൊരു തടവറയായിരുന്നു നിങ്ങൾക്ക് ഈ ഒരു ബന്ധം സമ്മാനിച്ചത് എന്നാണ് ഡിവൈൻ ഈ ഒരു സമയത്ത് നിങ്ങളോട് ഇവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതായത് നിങ്ങളും നിങ്ങളുടെ വീട്ടുകാരും തമ്മിൽ പൂർണ്ണമായിട്ടും ഡിറ്റാച്ച്ഡായി, നിങ്ങളും ഈ ഒരു വിവാഹത്തിന് ശേഷം, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയായിട്ടുള്ള ബന്ധത്തിനായതിനു ശേഷം, നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സും നിങ്ങൾ ഒറ്റപ്പെട്ട് ഒരു തടവറയിലാക്കിയ ഒരു വ്യക്തിയാണ്. അതായത് നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ ഒരുപാട് കണ്ണീര് കുടിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. ജീവിതത്തിൽ നിങ്ങൾ എത്ര കാലം ജീവിച്ചു എന്നല്ല ഈ ഒരു വ്യക്തിയായിട്ട്, പക്ഷേ
ആ ഒരു ജീവിതത്തിൽ നിങ്ങൾ സന്തോഷത്തിൻ്റെ വളരെ കുറച്ച് മൊമെൻറ്റ്സ് മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയായിട്ട് ഓർക്കാനായിട്ടുള്ളൂ. അതിലെ മജോറിറ്റിയും സങ്കടവും ദുരിതവുമാണ്. നിങ്ങളത് ഓർക്കാൻ പോലും നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നില്ല ഇവരുമായിട്ടുള്ള ആ ഒരു പാസ്റ്റ് ജീവിതം. കാര്യം അത്രത്തോളം നിങ്ങളെ വേദനിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു ഇവർ. അതായത് നിങ്ങളെ അനാവശ്യമായിട്ട് സംശയിച്ചിരുന്നൊരു വ്യക്തി. അതായത് നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും ഒക്കെ സംശയം. എല്ലാ രീതിയിലും ഒരു മാനസിക രോഗിയെ പോലെ പെരുമാറിയിട്ടുണ്ട് ഇവർ പലപ്പോഴും നിങ്ങളുടെ അടുത്ത്. നിങ്ങൾ തന്നെ ഓർക്കാറുണ്ട് ഇതെന്താണ് ഇവരിങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന്. അതായത് ഈ ഒരു വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ എല്ലാ കാര്യത്തിലും സംശയദൃഷ്ടിയോടുകൂടി കണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതായത് എല്ലാത്തിലും ഒരു കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ആരോട് സംസാരിക്കാനായിട്ട് പറ്റില്ല, നിങ്ങൾ ആരോടും മിണ്ടുന്നത് ഇഷ്ടമില്ല, അതുപോലെ നിങ്ങൾ ആരോടും ഇടപഴകുന്ന ഇഷ്ടമില്ല, നിങ്ങൾ ആരോട് സഹകരിക്കുന്ന ഇഷ്ടമില്ല. എല്ലാ രീതിയിലും നിങ്ങളെ കൺട്രോൾ ചെയ്ത് വെച്ചിരുന്ന ഒരു എനർജി. അതായത് നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ വന്നതിന് ശേഷം നിങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടിലടച്ച കിളിയെ പോലെ. കാര്യം പുറം ലോകവുമായിട്ട് നിങ്ങൾക്കൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. അതായത് ഇവരെ പരിചയപ്പെട്ടതിന് ശേഷം അങ്ങനെയാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ ബന്ധത്തിൽ കാർഡുകൾ പറയുന്ന മറ്റൊരു കാര്യം, നിങ്ങൾ ഈ ഒരു വ്യക്തിയാൽ വഞ്ചിക്കപ്പെട്ടു എന്നാണ്. അതായത് നിങ്ങൾക്ക് നല്ലൊരു കുടുംബമുണ്ട്, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ വളർന്നൊരു വ്യക്തിയാവാം നിങ്ങൾ. അല്ലെങ്കിൽ സാമ്പത്തികം അല്പം കുറവാണെങ്കിൽ പോലും അന്തസ്സും ആത്മാഭിമാനവും ഒക്കെയുള്ളൊരു കുടുംബത്തിലെ വ്യക്തിയാകാം. നിങ്ങൾ തമ്മിലുള്ള മാരേജ് ഒരു ഇൻ്റർകാസ്റ്റ് മാരേജ് ആകാം. രണ്ടും രണ്ട് റിലീജിയനിൽപ്പെട്ട വ്യക്തികളാവാം. സെയിം വരുന്നുണ്ട്, പക്ഷേ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരുപാട് അന്തരം കാണിക്കുന്നുണ്ട്. അത് കുടുംബ പശ്ചാത്തലത്തിൻ്റെ ആകാം. അതായത് നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങളുടെ കുടുംബത്തെ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ കംപ്ലീറ്റ്ലി നിങ്ങൾ ഒഴിവാക്കിയതായിട്ട് റീഡിങ്ങിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തിയുടെ മോഹ വാഗ്ദാനങ്ങളിൽ അല്ലെങ്കിൽ മോഹന വാഗ്ദാനങ്ങളിൽ നിങ്ങൾ വിശ്വസിച്ച് പോയി. അവർ പറഞ്ഞ ആ ഒരു കാപട്യം നിറഞ്ഞ വാക്കുകളിൽ നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോയതായിട്ടും അങ്ങനെ നിങ്ങൾക്കൊരു ചതി പറ്റിയതായിട്ടും കാണിക്കുന്നുണ്ട്. കാര്യം നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ട് എന്തിനായിരുന്നു ഈ ഒരു ബന്ധം, എന്നെ ഇങ്ങനെ കണ്ണീര് കുടിപ്പിക്കാനാണോ, ഇങ്ങനെ എന്തിന് ഈ ഒരു വ്യക്തിയെ ഞാൻ പരിചയപ്പെട്ടു എൻ്റെ ജീവിതത്തിൽ, എന്തിനാണ് ഇങ്ങനെ ഒരു വ്യക്തിയെ എനിക്ക് എൻ്റെ ദൈവം ഇങ്ങനെ ഞങ്ങളെ തമ്മിൽ കൂട്ടിമുട്ടിച്ചത്. കാര്യം ഒരിക്കലും ചേരാത്ത വ്യക്തികളായിരുന്നു നിങ്ങൾ തമ്മിൽ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴായിട്ടും. ഈ ഒരു വ്യക്തി കാരണം നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് കണ്ണീര് കുടിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് നിങ്ങളെ ഒരു തളച്ചിടപ്പെട്ടൊരവസ്ഥയിലായിരുന്നു, ഒരു അകപ്പെട്ട ഒരു സിറ്റുവേഷനിലൂടെയാണ്, ഒരു ചങ്ങലയ്ക്കുള്ളിൽപ്പെട്ട ഒരു സിറ്റുവേഷനിലൂടെയായിരുന്നു നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ഒന്നിച്ച് ജീവിച്ചിരുന്ന സമയത്ത് നിങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. നിങ്ങൾക്ക് ആരോടും മിണ്ടാനും അതുപോലെ നിങ്ങളുടെ കാര്യങ്ങൾ തുറന്നു പറയാൻ പോലും ഒരു വ്യക്തി ഇല്ലാത്തൊരവസ്ഥ. കാര്യം എല്ലാത്തിൽ നിന്നും നിങ്ങളെ അകറ്റി നിർത്തിയിരിക്കുന്ന ഒരു എനർജി. അപ്പം ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ ഒരുപാട് കണ്ണീര് കുടിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട വ്യക്തികൾ ഇപ്പോഴിതൊക്കെ ഓർക്കുമ്പോൾ എങ്ങനെ ഞാനിതൊക്കെ താണ്ടി വന്നു എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാവാം. അതായത് എങ്ങനെ ഞാനിത് അതിജീവിച്ചു. കാര്യം നിങ്ങളുടെ ആ ഒരു ദൈവാധീനമാണ് നിങ്ങളെ അവിടെ നിന്ന് രക്ഷിച്ചത്. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ആത്മഹത്യയിലേക്കോ നിങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്കോ വരെ നിങ്ങൾ എത്തിച്ചേർന്നതാണ്. പക്ഷേ നിങ്ങൾ അപ്പോഴും നിങ്ങളെ അതിൽ നിന്നൊക്കെ നിങ്ങളെ പിന്നോട്ട് വലിച്ചത് നിങ്ങളുടെ ആ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷനാണ്. അതായത് പ്രപഞ്ചത്താൽ ഒരുപാട് പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ. ഇത് കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, അതായത് നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ദുഃഖങ്ങളും അതുപോലെ തന്നെ അശാന്തിയും നിറഞ്ഞൊരു ജീവിതമാണ് നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്കുണ്ടായിട്ടുള്ളത്, ഒന്നിച്ച് ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായിട്ടുള്ളത്. എന്നിരുന്നാൽ പോലും നിങ്ങളെ ഒരു തകർച്ചയിലേക്ക് പറഞ്ഞു വിടാനായിട്ട് പ്രപഞ്ചശക്തി ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. നിങ്ങൾ അത്രത്തോളം ദൈവത്തിൽ വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ നിങ്ങൾ എത്രത്തോളം ദൈവത്തിൽ വിശ്വസിച്ചിരുന്നോ അത്രത്തോളം തന്നെ നിങ്ങൾ ഈ ഒരു വ്യക്തിയിലും വിശ്വസിച്ചിരുന്നതാണ്. പക്ഷേ ആ ഒരു വ്യക്തി നിങ്ങളെ വഞ്ചിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്.
കാര്യം ആ ഒരു വ്യക്തിയുടെ കൂടുതൽ നിങ്ങൾക്കിവിടെ ഒരു പാരയായി വന്നതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. കാര്യം നിങ്ങൾക്ക് മറ്റൊരാളോട് മിണ്ടാനോ മറ്റൊരാളോട് സഹകരിക്കാനോ ഒക്കെ വരുമ്പം ഇവർ പറയുന്നത് നിങ്ങൾക്ക് അവരുമായിട്ട് ബന്ധമാണ്, അല്ലെങ്കിൽ നിനക്ക് അവരുമായിട്ട് ബന്ധമാണ്, നിനക്ക് അവളുമായിട്ട് ബന്ധമാണോ എന്നുള്ള രീതിയിലുള്ള സംസാരമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് നിങ്ങൾ ഒരുപാട് മുറിവേൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതിനെയൊക്കെ മറികടക്കാനാണ് നിങ്ങൾ ജീവിതം അവസാനിപ്പിക്കാൻ വരെയുള്ള ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ നിങ്ങളെ തടഞ്ഞത് നിങ്ങളുടെ ആ ഒരു ദൈവാധീനവും തന്നെയാണെന്ന് ഇവിടെ കാർഡുകൾ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊന്നും എൻ്റെ ആവാനായിട്ട് നിങ്ങളെ പ്രപഞ്ചശക്തി തന്നെ അനുവദിക്കാത്തൊരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. കാര്യം അത്രത്തോളം നിങ്ങൾ ഡിവൈൻലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ്. നിങ്ങൾ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ജീവിക്കേണ്ട എന്നുവരെ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ട്രോമയായിരുന്നു നിങ്ങൾക്ക് ഈ ഒരു ബന്ധം സമ്മാനിച്ചത് എന്ന് എനിക്ക് വിഷമത്തോടു കൂടിയാണെങ്കിലും പറയേണ്ടി വരുന്നുണ്ട്. കാര്യം ഈ ഒരു വ്യക്തിയെ വിശ്വസിച്ച് നിങ്ങൾ സകലതും ഉപേക്ഷിച്ചാണ് ഇറങ്ങിപ്പോകുന്നത് നിങ്ങൾ. പക്ഷേ നിങ്ങൾക്ക് അവിടെ കിട്ടിയത് ഒരു സമാധാനക്കേടും അതുപോലെ തന്നെ ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നൊരു സ്നേഹമോ കരുതലോ ഒന്നും നിങ്ങൾക്ക് പിന്നീടുള്ള ജീവിതത്തിൽ ലഭിച്ചിരുന്നില്ല എന്ന് തന്നെ അത് വളരെ വിഷമകരമായിട്ടുള്ളൊരു കാര്യമായിട്ട് തന്നെ ഇവിടെ കാർഡുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എനിക്ക്. അതുപോലെ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് മോചിതയാകണം, അല്ലെങ്കിൽ മോചിതനാകണം. അത്രമാത്രം ടോക്സിക്കാണ് ഈ ഒരു വ്യക്തി. ഇപ്പം പുരുഷനാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ഇവർ വളരെ സംശയരോഗികളുമാണ്. പക്ഷേ ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടേതായ കുറച്ച് റൂൾസ് ആൻഡ് അവർ ഫോളോ ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇവരുടേതായ കുറച്ച് ചിന്താഗതികളിൽ ജീവിക്കുന്ന കുറച്ച് വ്യക്തികളാണ്. ഒന്നാമത്തെ കാര്യം, ഇവർക്ക് വിദ്യാഭ്യാസത്തിൻ്റെ കുറവുണ്ട്. അതുപോലെ പുറംലോകവുമായിട്ടുള്ളൊരു ബന്ധമില്ലാത്തൊരു വ്യക്തികളുമാവാം ഈ ഒരു വ്യക്തികൾ. നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സോഷ്യലി ഇടപെടുന്ന ഒരു വ്യക്തിയാവാം. അപ്പം നിങ്ങളുടെ ആ ഇടപെടലുകളൊന്നും ഇവർക്ക് ഇഷ്ടമില്ല. ഉടൻ തന്നെ ഇപ്പോൾ പുരുഷന്മാരാണെങ്കിൽ സ്ത്രീകൾ, ഭാര്യയാണെങ്കിൽ ഇപ്പം അല്ലെങ്കിൽ അവരാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് പറയും. ഇതെൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളായ പുരുഷന്മാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, അവർ നിങ്ങളുടെ അടുത്ത്, ഈ ഒരു സ്ത്രീകൾ നിങ്ങളുടെ അടുത്ത് പറയും നിങ്ങൾക്ക് അവളുമായിട്ട് ബന്ധമില്ലേ, നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുമായിട്ട് ബന്ധമില്ലേ എന്നൊക്കെയുള്ള രീതിയിൽ ചോദിക്കും. നിങ്ങളെ ഒരു വില കുറച്ച് ഇവർ കണ്ടിരുന്നു എന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ എത്ര കാലം ജീവിച്ചിരുന്നോ ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ 100 ഇരട്ടി നിങ്ങൾ അതിൽ നിന്ന് അനുഭവിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. വളരെ കുറച്ചു കാലമാണ് ജീവിച്ചിരുന്നെങ്കിൽ പോലും അതിൻ്റെ ഒരു 10 മടങ്ങ് നിങ്ങൾ ആ ഒരു ബന്ധത്തിൽ അനുഭവിച്ചു കഴിഞ്ഞു. കാര്യം എത്ര നാൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒന്നിച്ച് ജീവിച്ചിരുന്നു അന്നല്ല കാര്യം. പക്ഷേ അതിൽ താങ്ങാവുന്നതിലും അപ്പുറം കാര്യങ്ങൾ നിങ്ങൾ സഹിച്ചിരുന്നു, ക്ഷമിച്ചിരുന്നു. എന്നിട്ടൊക്കെയാണ് നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ സംഭവിച്ച ഒരു കാര്യം, നിങ്ങളെ ഈ ഒരു വ്യക്തി തള്ളിക്കളഞ്ഞിട്ട് മറ്റൊരു ബന്ധത്തിലേക്ക് പോയതായിട്ടും കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇവർ നിങ്ങളെ ഇങ്ങനെ ഒഴിവാക്കി നിർത്തിയിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വേറൊരു റിലേഷൻഷിപ്പ് ഉള്ളതായിട്ട് തന്നെയാണ് ഇവിടെ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരുടെ കാപട്യമായിരുന്നു ഇത്. അതായത് നിങ്ങളെ സൈഡാക്കിക്കൊണ്ട് മറ്റൊരു ബന്ധത്തിലേക്ക് പോകാനുള്ളൊരു ബുദ്ധിപരമായിട്ടുള്ളൊരു നീക്കമായിരുന്നു അത് അവരുടേത്. അവിടെയാണ് ശരിക്കും നിങ്ങൾ തകർന്നു പോയത്. നിങ്ങൾ വിചാരിച്ച ഇവർ ഇത്രയൊക്കെ ആയിക്കോട്ടെ, അതായത് ഇതൊരു ടോക്സിക് ബന്ധമായിക്കോട്ടെ, എന്നാലും എൻ്റെ പ്രിയപ്പെട്ട പേഴ്സണല്ലേ, എന്നെ സ്നേഹിച്ചിരുന്ന വ്യക്തിയല്ലേ, ഒരു കാലത്ത് സഹിച്ചും ക്ഷമിച്ചും പുറത്തും ഒക്കെ നിങ്ങൾ പോയിക്കൊണ്ടിരുന്നു. പക്ഷേ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇവർക്ക് മറ്റൊരു ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ ഇവർ ഒഴിവാക്കി നിർത്തുന്നത്. സ്ത്രീകളായാലും പുരുഷനായാലും അവർക്ക് വേറെ റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളെ സൈഡാക്കി നിങ്ങളോട് ഈ ഒരു രീതിയിലുള്ള ഒരു അവേർഷൻ, അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു വിമുഖത കാട്ടാനുള്ള പ്രധാന കാരണം തീർച്ചയായിട്ടും ഇവർക്ക് മറ്റൊരു റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ട് തന്നെയാണെന്ന് നിങ്ങൾ ആ ഒരു യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞു. നിങ്ങളാകെ തകർന്നു പോയി. നിങ്ങൾ ഈ ഒരു കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇതിന് ശേഷം നിങ്ങളൊരു വളരെ ഒരു ട്രോമയിലൂടെ പോയി. ചിലർ ഒരു മാനസിക രോഗിയെ പോലെ ആയി ബിഹേവ് ചെയ്തു. കാര്യം ഇവരെ വിശ്വസിച്ച് ജീവിതത്തിൽ ഇറങ്ങി വന്നവരാണ് നിങ്ങൾ. ആ ഒരു നിങ്ങളൊരു മാനസിക രോഗത്തിന് ചികിത്സ നേടി നിങ്ങൾക്ക് ഡിപ്രഷനിലേക്ക് നിങ്ങൾ പോയി. നിങ്ങൾ ജീവിതം അവസാനിപ്പിക്കാനായിട്ട് സൂയിസൈഡ് ശ്രമിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ കാര്യങ്ങൾ നേരെയാക്കി ഈ ഒരു നിമിഷം നിങ്ങളൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു അനുഭവിച്ച വേദനകൾ മറികടക്കാനായിട്ട് വർഷങ്ങൾ എടുത്തതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഇവിടെ ഒരു റീബർത്ത് സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു റീബർത്ത് സംഭവിച്ചത് അത് വളരെ പെട്ടെന്നുള്ളൊരു കാര്യമല്ല. ഒരു റീബർത്ത് സംഭവിക്കുക
അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ രണ്ടാം ജന്മമാണ്. നിങ്ങൾ ഒരുപാട് വേദനകൾ നിറഞ്ഞൊരു സിറ്റുവേഷൻസിലൂടെ കടന്നുപോയ വ്യക്തികളാണ്. ഇപ്പം നിങ്ങൾ തനിച്ചാണ്. നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ പോലും അവർ വന്നാലും വന്നില്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സന്തോഷം കണ്ടെത്താനായിട്ട് ഇപ്പോൾ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് റീഡിംഗ് എടുത്തപ്പോൾ മനസ്സിലായത്. നിങ്ങൾക്ക് പ്രപഞ്ചശക്തിയിൽ വിശ്വാസമുണ്ട്. അതായത് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങളിലേക്ക് എന്തെങ്കിലും ഒരു കാര്യം എത്തിക്കാനുണ്ട്. അതായത് പ്രപഞ്ചശക്തിക്ക് എന്തെങ്കിലും കാര്യം നിങ്ങളോട് ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് എന്ന് ഞാൻ വീഡിയോയുടെ ആദ്യഘട്ടത്തിൽ പറഞ്ഞപ്പോൾ ചില വ്യക്തികൾക്ക് മനസ്സിലായി കാണില്ല. പക്ഷേ ഇപ്പം നിങ്ങൾക്കുള്ളൊരു സന്ദേശമാണ്. നിങ്ങൾ ഡിവൈൻലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങളെ പ്രപഞ്ചശക്തി ഒരിക്കലും ഒരു തകർച്ചയിലേക്ക് തള്ളിവിടാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നാണ് കാർഡുകൾ പറയുന്നത്. നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് പ്രപഞ്ചത്തിൻ്റെ ആ ഒരു നിങ്ങളോടുള്ള ആ ഒരു അത്രയ്ക്കുമുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആ ഒരു സ്നേഹത്തിൻ്റെയും ആ ഒരു കരുതലിൻ്റെയും ഒരു എഫക്റ്റ് കൂടിയാണ്. തീർച്ചയായിട്ടും നിങ്ങളിപ്പം ജീവനോടെ നിലനിൽക്കാൻ കാരണം പ്രപഞ്ചശക്തിയിൽ നിങ്ങളോടുള്ള ആ ഒരു കരസ്പർശം നിങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് തന്നെ. കാര്യം നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ഈ ഒരു വ്യക്തിയുമായിട്ടുള്ളൊരു ജീവിതം കൊണ്ട് നിങ്ങളുടെ സ്വന്തം ജീവിതം അവസാനിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു ശ്രമങ്ങളൊക്കെ പാളിപ്പോവുകയും നിങ്ങളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തത് ആ ഒരു പ്രപഞ്ചശക്തിയിലുള്ള നിങ്ങളുടെ അചഞ്ചലമായ വിശ്വാസവും നിങ്ങളുടെ ആ ഒരു മനോബലവുമാണ്. അതുപോലെ നിങ്ങളുടെ ദൈവാധീനം നിങ്ങളെ ഇവിടെ തുണച്ചതായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ഇനി ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നാലും വന്നില്ലെങ്കിലും എനിക്കൊന്നുമില്ല എന്നുള്ളൊരു ആ ഒരു മനസ്സിൽ അങ്ങനെ ഒരു ചിന്തകളോട് കൂടിയാണ് നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഇനി ആ ഒരു വ്യക്തി വന്നാലും വന്നില്ലെങ്കിലും എനിക്കൊരു കുഴപ്പവുമില്ല, ഞാൻ ഓക്കെയാണ്, ഇനി ഒരിക്കലും ഞാനൊരു തെറ്റായ തീരുമാനം എടുക്കില്ല എന്നുള്ളൊരു നിലപാട്, ഒരു കർശന നിലപാട് നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു. കാര്യം നിങ്ങൾ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി കഴിഞ്ഞു. നിങ്ങളിപ്പോൾ വികാരങ്ങൾക്ക് അടിപ്പെടാതെ നിങ്ങൾ ബുദ്ധിപരമായിട്ടും പ്രായോഗികമായിട്ടുമാണ് നിങ്ങൾ കാര്യങ്ങളെ എടുക്കുന്നത്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഏറ്റവും നല്ലത് ആഗ്രഹിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. അതായത് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ നിങ്ങൾക്കല്ലാതെ മറ്റാർക്ക് കഴിയും? കാര്യം ഏതൊരു വ്യക്തിയാണെങ്കിൽ പോലും അവരുടെ ജീവിതത്തിൽ നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കുകയുള്ളൂ. അപ്പം നിങ്ങളത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു, എനിക്ക് ഞാനേ ഉള്ളൂ. കാര്യം ഈ ഒരു നിമിഷത്തിൽ ഞാൻ തളർന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് മുന്നോട്ട് ജീവിക്കണം, എനിക്കിങ്ങനെ ഒരു ഫ്യൂച്ചറുണ്ട്. കാര്യം നേരത്തെ നിങ്ങൾ ഈ ഒരു വ്യക്തിയിൽ ഒരുപാട് ഇത്രയും ചവിട്ടിയരച്ചിട്ട് പോലും നിങ്ങൾ ഈ ഒരു വ്യക്തിയിൽ ഒരുപാട് പിന്നെയും ഡിപ്പെൻഡ് ചെയ്തിരുന്നു. പക്ഷേ നിങ്ങളുടെ വ്യക്തിക്ക് മറ്റൊരു ബന്ധമുണ്ടെന്ന് അറിഞ്ഞതോടുകൂടി നിങ്ങൾ പൂർണ്ണമായിട്ട് ഒരു തകർന്ന് തരിപ്പണമായി. ആ ഒരു തകർച്ചയിൽ നിന്ന് നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് വരാനായിട്ട് സമയങ്ങളെടുത്തു. ആ ഒരു പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നിങ്ങൾ ഓർക്കാൻ പോലും നിങ്ങൾ ആഗ്രഹിക്കാത്ത കാര്യമാണ്. ശരിക്കും ആ ഒരു കാര്യങ്ങളൊക്കെ താണ്ടി വന്നത് നിങ്ങളുടെ ഒരു ആത്മധൈര്യവും നിങ്ങളുടെ ആ ഒരു മനഃശക്തിയും ഉള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക്. അപ്പം നിങ്ങൾ ഇനി ഒരിക്കലും മറ്റൊരാളുടെ വികാരങ്ങൾക്ക് അടിമപ്പെടാതെ അല്ലെങ്കിൽ അടിപ്പെടാതെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ സന്തോഷം നിങ്ങൾ കണ്ടെത്തി. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ നിങ്ങൾക്ക് സന്തോഷം തരുന്നത് ആ ഒരു കാര്യമൊക്കെ ചെയ്ത് സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകാനാണ് ഇത് കാണുന്ന പ്രിയപ്പെട്ട എൻ്റെ പ്രേക്ഷകർ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. കാര്യം നിങ്ങളുടെ ജീവിതം ഇപ്പോഴൊരു ക്ലെൻസിങ് മോഡിലാണ്. നിങ്ങളുടെ ജീവിതത്തിലുള്ള അഴുക്കുകളൊക്കെ, നിങ്ങളുടെ മനസ്സിലെ അഴുക്കുകളും അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള അശുദ്ധിയുമൊക്കെ ക്ലെൻസ് ചെയ്യുന്നൊരു സമയമായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ മനസ്സിലാണ് പ്രധാനമായിട്ടും ഒരു പ്യൂരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാർഡുകൾ സൂചിപ്പിക്കുന്നത്. നിങ്ങളെ ഈ ഒരു നിലയിലേക്ക് എത്തിക്കാൻ പ്രാപ്തയാക്കിയത് അല്ലെങ്കിൽ പ്രാപ്തനാക്കിയത് ഡിവൈൻ പവറാണ്. അതായത് യൂണിവേഴ്സിലുള്ള നിങ്ങളുടെ അചഞ്ചലമായിട്ടുള്ള വിശ്വാസം. നമ്മൾ പറയും അതായത് പ്രപഞ്ചശക്തിക്ക് എന്തിനേയും മറികടക്കാനുള്ള കഴിവുണ്ട്. അതായത് എന്തും നേടിത്തരാനുള്ള കഴിവ് പ്രപഞ്ചശക്തിക്കുണ്ട്. നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്തും നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതായത് പ്രപഞ്ചശക്തിക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്. തീർച്ചയായിട്ടും പ്രപഞ്ചത്തിൽ അസാധ്യമായത് ഒന്നുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം അതിലേറ്റവും വലിയൊരു ഉദാഹരണമാണ് നിങ്ങളുടെ ജീവിതം. നിങ്ങൾ ഇത്രത്തോളം തകർന്നു പോയിട്ടും നിങ്ങൾ പ്രപഞ്ചശക്തിയിലുള്ള അചഞ്ചലമായ വിശ്വാസം നിങ്ങൾ കൈവിട്ടില്ല. നിങ്ങളെ എല്ലാവരും തള്ളിപ്പറഞ്ഞു. നിങ്ങളുടെ വീട്ടുകാരും നിങ്ങളുടെ നാട്ടുകാരും നിങ്ങളുടെ പ്രിയപ്പെട്ടവരും എല്ലാവരും നിങ്ങളെ തള്ളിക്കളഞ്ഞു ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ. അപ്പം പക്ഷേ നിങ്ങൾ ആ ഒരു ഡിവൈൻ പവറിൽ നിങ്ങൾ വിശ്വസിച്ചിരുന്നു. ആ ഒരു ഡിവൈൻ പവർ നിങ്ങളെ രക്ഷിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ അനുഭവിച്ച വേദന
വേദനകളും യാതനകളും ഒക്കെ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യമാണ്. നിങ്ങൾ വീണ്ടും ആവർത്തിക്കാനും അത് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റൊരാൾക്ക് ഇനി വികാരങ്ങൾക്ക് അടിമപ്പെടാതെ നിങ്ങൾ സധൈര്യം നിങ്ങൾ മുന്നോട്ട് പോകാനാണ് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ വേണ്ടത് അത് നിങ്ങൾക്കറിയാം. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ സന്തോഷവും സമാധാനവും തരുന്ന കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ആഗ്രഹിക്കുന്നത്. അതിപ്പം മറ്റൊരു വ്യക്തിയാണെങ്കിലും എന്തു തന്നെയാണെങ്കിലും നിങ്ങൾക്ക് അത്ര പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഇവർ. പക്ഷെ നിങ്ങളെ ഇവർ ചതിച്ചതോടുകൂടി നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു, നിങ്ങളുടെ സന്തോഷത്തിൻ്റെ താക്കോല് മറ്റൊരാളെ ഏൽപ്പിച്ചിട്ട് ഒരു കാര്യവുമില്ല. എൻ്റെ സന്തോഷത്തിൻ്റെ താക്കോല് എൻ്റെ കയ്യിൽ തന്നെ ആയിരിക്കണം. എന്നിരുന്നാൽ മാത്രമേ എനിക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റൂ. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. നിങ്ങളുടെ സന്തോഷത്തിൻ്റെ താക്കോല് നിങ്ങൾ ഏൽപ്പിച്ചിരുന്നത് മറ്റൊരാളെ ആയിരുന്നു. പക്ഷേ അവിടെ നിങ്ങൾക്കൊരു ചതി പറ്റി. തുടക്കത്തിൽ നിങ്ങളെ ഈ ഒരു വ്യക്തി ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. പക്ഷേ ബന്ധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെയാണ് ഇവരുടെ സ്വഭാവത്തിലൊരു മാറ്റം വന്നത്. ഇവരുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം വരാൻ കാരണം മറ്റൊരു വ്യക്തിയുടെ ഇടപെടലും ഇവരുടെ മറ്റൊരു വ്യക്തിയുമായിട്ടുള്ള ഒരു അവിഹിത കൂട്ടുകെട്ടും ഒക്കെയാണ്. ആ ഒരു കാര്യം നിങ്ങളെ മാനസികമായിട്ട് തകർക്കുകയും പിന്നീട് നിങ്ങൾ ഒരു കൃത്യമായ ഒരു നിലപാടിലേക്ക് എടുക്കുകയും ചെയ്തു. അതായത് നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർമിക് കണക്ഷനും കൂടെയാണ്. നിങ്ങളുടെ വ്യക്തിയും നിങ്ങളുടെ ഭാര്യയും ഭർത്താവും ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലവേഴ്സ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ പാർട്ട്നേഴ്സ് ആവാം, ലിവിങ് ടുഗദറിലാവാം. ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ വ്യക്തിയും നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം ഒരു പാസ്റ്റ് ലൈഫ് ബന്ധമായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് മുജ്ജന്മത്തിൽ പൂർത്തിയാക്കാത്ത ചില കാര്യങ്ങൾ ഈ ഒരു ജന്മത്തിൽ പൂർത്തിയാക്കേണ്ടതുണ്ട്. അത് പൂർത്തിയാക്കി അതിനുശേഷം ഇങ്ങനെയുള്ള ബന്ധങ്ങൾ എൻഡ് ആവുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ഈ ഒരു റീഡിങ് കേട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ മജോറിറ്റി ഓഫ് ആൾക്കാരും വ്യക്തികൾ തമ്മിൽ പൂർണ്ണമായിട്ട് ഡിറ്റാച്ച്ഡ് ആയി. ഇപ്പം നിങ്ങളൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡിവോഴ്സ്ഡ് ആയതായിട്ടും കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം ഒരു എൻഡിലേക്ക് പോയതായിട്ട് കാണിക്കുന്നുണ്ട്. ചില വ്യക്തികളുടെ കാര്യത്തിലാണ് ഞാനിവിടെ പറയുന്നത്, ഒരു കംപ്ലീറ്റ്ലി ഒരു ഡിറ്റാച്ച്ഡ് ആയിട്ടുണ്ട് ചില വ്യക്തികൾ ഇപ്പം ഒരു മാനസികമായിട്ട് അകന്നു കഴിയുകയാണ് തീർച്ചയായിട്ടും. അപ്പോൾ എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, നിങ്ങളിപ്പോൾ ഒരുപാട് മാറ്റം വന്നു. നിങ്ങൾ ഈ ഒരു സമയത്ത് കരഞ്ഞു തളർന്നിരിക്കുന്ന ഒരു വ്യക്തിയൊന്നും അല്ല. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇത് കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, കരഞ്ഞു തളർന്നോ അല്ലെങ്കിൽ വിഷമിച്ചു ഇരിക്കാനൊന്നും നിങ്ങൾ ഇനി ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ ഓരോ സെക്കൻഡും വളരെ വിലപ്പെട്ടതാണെന്നുള്ളൊരു യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നിങ്ങളിപ്പോൾ ഒരു വിജയപഥത്തിൽ എത്തിയതായിട്ട് തന്നെയാണ് കാണുന്നത്. ഒരു ബന്ധമില്ലാതായി, സത്യമാണ്, നിങ്ങൾ അന്ധമായിട്ട് ഒരാളെ വിശ്വസിച്ചു, സത്യസന്ധമായിട്ട് നിങ്ങളവരെ സ്നേഹിച്ചു. പക്ഷേ ഇതൊന്നും നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല ഇങ്ങനെ സംഭവിച്ചത്. ഇതൊക്കെ നിങ്ങൾ അനുഭവിക്കേണ്ട കാര്യങ്ങളാണ്. കാര്യം ഞാൻ പറഞ്ഞു, നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ഒരു ബന്ധം ഒരു പൂർവജന്മ ബന്ധമാണ്, ഒരു മുജ്ജന്മ ബന്ധമാണ്. കഴിഞ്ഞ ജന്മത്തിൽ പൂർത്തിയാകാത്ത ചില കടമകൾ, ചില ലെസൺസ്, കാർമിക് ലെസൺസ് ഈ ഒരു ജന്മത്തിൽ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് നിങ്ങൾ തമ്മിൽ പരിചയപ്പെടുകയും അതുപോലെ തന്നെ ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ നിങ്ങളൊരു വിവാഹത്തിലേക്കൊക്കെ എത്തിയതും അതുകൊണ്ട് തന്നെയാണ്. അത് പൂർത്തിയായി കഴിഞ്ഞപ്പോൾ അവർ നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയി, നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും നിങ്ങൾക്കൊരു സെൽഫ് ഗ്രോത്ത് സംഭവിക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ള ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് സെൽഫ് ഗ്രോത്തിന് വേണ്ടിയാണ്, നമ്മളുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. അതുപോലെ ചില സ്ഥലത്ത് ചില വ്യക്തികളുടെ കാര്യത്തിൽ ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു നോ കോണ്ടാക്ട് അവസ്ഥയിൽ ചില വ്യക്തികളുടെ കാര്യത്തിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടുപേരെയും മനസ്സിലാകുന്നുണ്ട്. രണ്ടുപേർക്കും പരസ്പരം അവരുടെ മൂല്യം തിരിച്ചറിയുന്നുമുണ്ട്. അതായത് ചിലവർക്കൊരു റീകൺസിലേഷൻ പോസിബിളാണ് ചില വ്യക്തികൾക്ക്. പക്ഷേ കുറേയധികം വ്യക്തികൾക്ക് ഈ ഒരു ബന്ധം ഒരു എൻഡ് ആയതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിച്ചത്. കാര്യം ഇത് നിങ്ങൾക്ക് യോജിക്കാത്ത ബന്ധമാണ്, ഇതൊരു വിഷലിപ്ത ബന്ധമാണ്. അത്രമാത്രം ടോക്സിസിറ്റി നിങ്ങൾ ആ ഒരു വ്യക്തിയിൽ നിന്നും അനുഭവിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയോട് സ്നേഹമുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോഴും നിങ്ങൾ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയത് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടായതായിട്ട് കാണിക്കുന്നുണ്ട്. കാര്യം ആദ്യം നിങ്ങൾക്കൊക്കെ ഈ ഒരു വ്യക്തിയിൽ നിന്ന് ഇങ്ങനെയൊക്കെ ഒരു എക്സ്പീരിയൻസ് ചെയ്തപ്പം നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നില്ല. കാര്യം നിങ്ങൾ ഇവരെ വിശ്വസിച്ച് അവരുടെ കൂടെ വന്നവരാണ്. പക്ഷേ പോകെ നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി എന്തൊക്കെയോ ഒരു കാര്യമുണ്ട്, ഞാനും എന്തുകൊണ്ടാണ് ഇവർ തമ്മിൽ ചേരാത്തത്. നിങ്ങൾ കർമ്മയിലൊക്കെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിതിനറിയാം ഈ ഒരു കാര്യത്തെപ്പറ്റി, ഒരു കാർമിക
കാർമിക് ബന്ധമായിരുന്നു ഞങ്ങൾ തമ്മിലുള്ളത് എന്ന് നിങ്ങൾക്കറിയാം ഇപ്പോൾ. അതായത് ടാറോ റീഡിംഗ് ഒക്കെ കാണുന്ന വ്യക്തികൾക്കാണെങ്കിൽ കാർമിക് ബന്ധവും സോൾമേറ്റ് ബന്ധവും ട്വിൻ ഫ്ലെയിം ബന്ധവും എന്താണെന്നൊക്കെ പറയേണ്ട കാര്യമില്ല, അവരെ പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അബ്സല്യൂട്ട്ലി ഒരു കാർമിക് കണക്ഷനാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഗൈഡൻസ് ആണ് എനിക്ക് വന്നത്. ഇനി നോക്കാൻ പോകുന്നത് ഈ ഒരു വ്യക്തിയുടെ ഒരു തിരിച്ചുവരവുണ്ടോ എന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു വ്യക്തിയുടെ ഒരു തിരിച്ചുവരവുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ വ്യക്തിയുടെ തിരിച്ചുവരവുണ്ടോ എന്ന് നോക്കാം. എന്താണ് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തത് നോക്കാം. ഈ ഒരു ബന്ധത്തിൽ ഒരു തിരിച്ചുവരവില്ല എന്നാണ് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ കാണിക്കുന്നത്. ഈ ഒരു ബന്ധം നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ഒരു കണക്ഷൻ ഓൾമോസ്റ്റ് എൻഡ് ആയതായിട്ട് കാണിക്കുന്നുണ്ട്. കാര്യം ഈ ഒരു ബന്ധം നിങ്ങൾക്കൊരു വിഷമം മാത്രമാണ് സമ്മാനിച്ച ഒരു ബന്ധമാണ്. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കരിയറിലൊക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സാമ്പത്തിക ഭദ്രതയ്ക്ക് നിങ്ങൾക്കിപ്പോൾ ഒരു ജോലി ഉണ്ടാവാം, ഒരു വരുമാനം ഉണ്ടാകാം. നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു നിങ്ങളുടെ ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഒരു പെയിൻഫുൾ, ഒരു ട്രോമ നിറഞ്ഞൊരു സിറ്റുവേഷൻസ് ആയിരുന്നു. ഇനി നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഒരു പുതിയ സ്നേഹമാണെന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ നിലവിലത്തെ വ്യക്തിയുമായിട്ടുള്ള ഒരു ബന്ധം പൂർണ്ണമായിട്ട് അവസാനിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു 80% ഓഫ് ആൾക്കാരുടെ കാര്യത്തിൽ ഇത് അവസാനിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. കുറച്ച് വ്യക്തികളുടെ കാര്യത്തിൽ ഇതൊരു റിഗ്രറ്റ് ചെയ്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു വ്യക്തി നിങ്ങളെ മനസ്സിലാക്കി തിരിച്ചു വരുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. പക്ഷേ മജോറിറ്റി ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ പഴയ വ്യക്തിയുമായിട്ടുള്ള ഒരു ബന്ധം എൻഡായി എന്ന് തന്നെയാണ്. നിങ്ങളിലേക്ക് ഇനി വരുന്ന ഒരു പുതിയ സ്നേഹമാണ്. അതായത് നിങ്ങളെ വളരെ മനസ്സിലാക്കുന്ന, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. അതൊരു പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും വളരെ സാമ്പത്തിക ഭദ്രതയുള്ള ഒരു വ്യക്തിയായിരിക്കും. അവർ സമൂഹത്തിൽ ഉന്നത നിലയിലുള്ള ഒരു വ്യക്തിയായിരിക്കും. അതുപോലെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജി ആയിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നും പോയി നിൽക്കാനല്ല അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിന് ഒരു കെട്ടുറപ്പ് നൽകി നിങ്ങളെ എന്നും അവരുടെ ജീവിതത്തിൽ കൂടെ കൂട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി വരാൻ പോകുന്നത്. അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ പെട്ടെന്ന് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ അവരെ പരിചയപ്പെടുന്നത് നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇടത്ത് വെച്ചായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളൊരു യാത്രയുടെ ഇടയ്ക്ക് വെച്ചായിരിക്കാം ഇവരെ പരിചയപ്പെടുന്നത്. വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളിലേക്ക് ഇനി കടന്നു വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും നല്ല എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി നിങ്ങളെ സ്നേഹിക്കുന്ന, ഒരു സിൻസിയറായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി കൂടിയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ ഒരു സമയത്ത് കടന്നു വരാനായിട്ട് പോകുന്നത്. അപ്പം നിങ്ങളുടെ ജീവിതം ഒരു എൻഡായിട്ടില്ല എന്ന് നിങ്ങൾ കരുതുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഇരുണ്ട അധ്യായം അവസാനിച്ച് ഒരു പുതിയ അധ്യായം തുടങ്ങുന്നതായിട്ടാണ് യൂണിവേഴ്സ് തന്നെ ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ വ്യക്തി കടന്നു വരികയും നിങ്ങളുടെ ജീവിതം വളരെ സേഫ് ആക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങളെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന, സാമ്പത്തിക ഭദ്രതയുള്ള, നല്ല ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ സങ്കടം നിറഞ്ഞ ആ ഒരു ജീവിതം എന്നേക്കുമായിട്ട് അവസാനിച്ച് നിങ്ങളിലേക്കൊരു പുതിയ ജീവിതം ഓഫർ ചെയ്യാനാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഇത് നിങ്ങൾ അറിയുന്ന ഒരു വ്യക്തിയാവാം, നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു ഫ്രണ്ട്സ് ആവാം. പക്ഷേ അടുത്ത സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ അവർ നിങ്ങളെ പ്രപ്പോസ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ ഒരു എനർജിയാണ്. ഇനി നിങ്ങളുടെ വേദനകൾക്കൊക്കെ നിങ്ങൾ അവധി നൽകുക. അതുപോലെ നിങ്ങളുടെ ചിന്തകൾക്കൊക്കെ അവധി നൽകുക. അമിത ചിന്തകൾ ഉപേക്ഷിക്കുക. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങളെ സ്നേഹിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് വരുന്നത്. ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോവേണ്ടതുമാണ് എന്ന് യൂണിവേഴ്സ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ അടുത്ത് പറയുന്നു. ഇനി നമുക്ക് ഭഗവാൻ വിഷ്ണുവിൻ്റെ ഒരു ഒറാക്കിൾ കാർഡും കൂടി എടുത്ത് നോക്കാം. ഇത് കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഭഗവാൻ വിഷ്ണുവിൻ്റെ ഒറാക്കിൾ മെസ്സേജും കൂടെ നമുക്ക് നോക്കാം. എന്താണ് ഭഗവാൻ വിഷ്ണു ഈ ഒരു സമയത്ത് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു നോക്കാം. വിഷ്ണു ഭഗവാന്റെ ഒരു ഗൈഡൻസ് ആണ്. അഗ്നി എന്ന് പറഞ്ഞൊരു കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ കാണുന്നുണ്ടാവും. ട്രാൻസ്ഫോം നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാണ്. അതായത്
ഇവിടെ മനസ്സിലാക്കുന്ന പാഷൻ എനർജിയാണ് കാണിക്കുന്നത്. ഞാൻ പറഞ്ഞു ഒരു പുതിയ സ്നേഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പാഷനേറ്റ് ആയിട്ടുള്ളൊരു ലവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകൾ, ഞാൻ പറഞ്ഞു നിങ്ങളുടെ ജീവിതം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ക്ലെൻസിങ് മോഡിലൂടെയാണ്. അതായത് നിങ്ങളിപ്പോൾ ഒരുപാട് നിങ്ങളുടെ മനസ്സിലുള്ള മാലിന്യങ്ങളൊക്കെ ഒഴുക്കിക്കളയേണ്ട ഒരു സമയമാണ്. നിങ്ങളുടെ മനസ്സ് ശുദ്ധീകരിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ഫയർ കാർഡ് സൂചിപ്പിക്കുന്ന ഒരു അഗ്നി കാർഡ് സൂചിപ്പിക്കുന്നത് തന്നെ ഒരു എനർജിയാണ്. ഒരു തീക്ഷ്ണമായിട്ടുള്ളൊരു ഊർജ്ജം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ബന്ധം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അകറ്റി നിർത്തി നിങ്ങൾക്ക് ഒരു പുതിയ ജീവിതം ഓഫർ ചെയ്യുകയാണ് യൂണിവേഴ്സ് ഈ ഒരു സമയത്ത്. പ്രപഞ്ചമായിട്ട് തന്നെ ഒരു വ്യക്തിയെ നിങ്ങളിലേക്ക് അയക്കുന്നതായിട്ടാണ് ഇവിടെ എനിക്ക് ഭഗവാൻ വിഷ്ണു തന്നെ കാണിച്ചു തരുന്നത്. കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫർമേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിലുള്ള എല്ലാ നെഗറ്റിവിറ്റീസിനെയും മാറ്റി നിങ്ങളെ ഒരു നിങ്ങളുടെ ജീവിതത്തിൽ കംപ്ലീറ്റ്ലി ഒരു പോസിറ്റീവായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ നിലനിർത്താൻ, നിങ്ങളെ ഈ ഒരു പ്രയാസകരമായിട്ടുള്ള ഈ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ഒരു വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പറഞ്ഞയക്കുന്നതായിട്ടാണ് എനിക്കിവിടെ ഭഗവാൻ വിഷ്ണു പറയുന്ന ഒറാക്കിൾ കാർഡിലൂടെ തരുന്ന സന്ദേശം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗ് ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും മറ്റൊരു റീഡിങ്ങുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. അതുപോലെ എൻ്റെ റീഡിങ് അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടമായാൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായാൽ പ്രിയപ്പെട്ടവർക്ക് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ജീവിതം ഒരിക്കലും അവസാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞതോടുകൂടി എനിക്കും വളരെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഒരു പോസിറ്റീവ് എനർജിയാണ് എനിക്കിത് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ തന്നെ. അപ്പം നിങ്ങൾ ഒരിക്കലും ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. നിങ്ങളുടെ യൂണിവേഴ്സലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പ്രപഞ്ചശക്തി എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് തന്നെയാണ് ഇന്നത്തെ റീഡിങ്ങിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കി തന്നൊരു കാര്യം. അപ്പോൾ ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക എല്ലാവരും. അതായത് എത്ര വലിയ പ്രതിസന്ധികളുണ്ടെങ്കിൽ പോലും അതിനെ അതിജീവിക്കാനുള്ള മനക്കരുത്ത് നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അപ്പം വീണ്ടും മറ്റൊരു റീഡിങ്ങിൽ കാണാമെന്നൊരു പ്രതീക്ഷയോടെ നമുക്ക് വീണ്ടും കാണാം. ഹരേ കൃഷ്ണ, ഗുരുവായൂരപ്പ.